ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കോമ്പറ്റീറ്റർ അനാലിസിസിനെ പറ്റിയാണ്. ഹൗ ടു ഡു എ മാനുവൽ കോമ്പറ്റീറ്റർ അനാലിസിസ്. അതായത് നമുക്ക് മാനുവലായിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ SEO തുടങ്ങിയ കാലം മുതൽ പണ്ട് മുതൽ ഇന്ന് വരെ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്ത് അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ വെബ്സൈറ്റിൽ ചെയ്യുന്നത്, വെബ്സൈറ്റ് റാങ്ക് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം അനലൈസ് ചെയ്തുകൊണ്ട് അത് സ്റ്റഡി ചെയ്തുകൊണ്ട് ആ ഒരു എന്താ പറയുക ബേസിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ഒപ്റ്റിമൈസേഷൻ നടക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്ത് നമുക്ക് റാങ്കിങ്ങിലേക്ക് എത്താനും ഉള്ളൊരു ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതുതന്നെയാണ്. ഓക്കെ, നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസിൽ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമ്മൾ മിനിമം നമ്മുടെ ഒരു 5 കോമ്പറ്റീറ്റേഴ്സിനെങ്കിലും നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു കീവേഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മിനിമം ഒരു 5 കോമ്പറ്റീറ്റേഴ്സിനെങ്കിലും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ പറയുന്ന 5 കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ ടാഗ് എന്താണ് അവർ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക പ്രോപ്പറായിട്ട് അവർ ടാഗുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ടോപ്പിൽ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് അവർ കൊടുത്തിട്ടുള്ളത്, എത്രത്തോളം കീവേഡ്സ് അവരതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെങ്ങനെ കൊടുക്കാം, എങ്ങനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കതൊരു എന്താ പറയുക എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ടോപ്പ് 5 കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കതിൽ കൂടുതൽ നമുക്ക് എന്താ പറയുക നോക്കാം. നമ്മുടെ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ടോപ്പ് 5 ടോപ്പ് 10 ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഞാൻ ടോപ്പ് 5 എന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്കത് ടോപ്പ് 10 നോക്കിയാൽ അത്രത്തോളം നല്ലത്. ഓക്കെ, നമുക്കത് അതിൻ്റെ ഒരു എക്സൽ ഷീറ്റിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഒരു എക്സൽ ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം പറഞ്ഞതനുസരിച്ചിട്ട് 10 കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 5 നോക്കാം. ഞാനിപ്പോൾ ഒരു 5 ആണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം അത്യാവശ്യം 10 പേരൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം കളയാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 5 കോമ്പറ്റീറ്റേഴ്സിനാണ് നിലവിൽ ഞാൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഉദാഹരണത്തിന് ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി ആണ് ഞാനിരുന്ന് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കീവേഡിൽ ആണ് എനിക്ക് എൻ്റെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കീവേഡിൽ നിലവിൽ എനിക്ക് ആരൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ്, നിലവിൽ ഈ ഒരു കീവേഡിൽ ആരൊക്കെയാണ് റാങ്കിങ്ങിലുള്ളത് എന്നുള്ളത് ആദ്യമേ നോക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ 5 കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ മെയിൻ 5 കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു ഇത് നോക്കുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസിഫൈഡ് സൈറ്റുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ പ്രാക്ടോ അല്ലെങ്കിൽ സുലേഖ, ജസ്റ്റ് ഡെയിൽ, അതേപോലുള്ള ക്ലാസിഫൈഡ് സൈറ്റുകൾ നമ്മൾ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അവരെ നമ്മൾ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവരെയൊക്കെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഡൊമൈൻ ഒരു ടീം, അതേപോലെ പേജ് അതോറിറ്റിയൊക്കെ ഉള്ളവരായിരിക്കും ഈ പറയുന്ന ക്ലാസിഫൈഡ് സൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഇവിടെ 2 പേരുടെയാണ് നിലവിൽ ചെയ്യുന്നത്. 5 പേരുടെയൊക്കെ ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. അപ്പം നിലവിലിപ്പം നമ്മുടെ 2 കോമ്പറ്റീറ്റേഴ്സിൻ്റെയാണ് ഞാൻ നിലവിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആദ്യം നമ്മൾ നമ്മുടെ 2 കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് ടൈറ്റിൽ ടാഗ് എന്താണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു SEO സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈറ്റിൽ ടാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്നതും അല്ലെങ്കിൽ ഒരു യൂസർ നമ്മളെ കാണുന്ന സമയത്ത് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ടൈറ്റിൽ ടാഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് നമ്മുടെ ഈ ഒരു ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ 2 കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ എടുക്കുവാണ്. നമുക്ക് സെർച്ച് റിസൾട്ട് തന്നെ പോയി എടുക്കാം. ഒന്നാമത്തെ കോമ്പറ്റീറ്റർ എടുക്കുന്നു. എലൈറ്റ് ഡെൻ്റൽ സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു എന്താ പറയുക ടീമാണ് നമുക്ക് നിലവിൽ ഒന്നാമത്തെ കോമ്പറ്റീറ്ററായിട്ട് വന്നിട്ടുള്ളത്. ഇവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ടാഗ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി എന്നുള്ളതായിരുന്നു നമ്മുടെ കീവേഡ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇവരെന്താണ് ടൈറ്റിൽ ടാഗ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടൂളിൻ്റെ സഹായത്തോടുകൂടി നോക്കാം. നമ്മൾ ഈ ഒരു ടൂൾ നമ്മൾ മുന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഡീറ്റെയിൽഡ് SEO ചെക്കർ എന്നുള്ള ഒരു എക്സ്റ്റൻഷനാണിത്. അപ്പം ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ഓൺ പേജ് സൈറ്റിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടും അതേപോലെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അത് നമ്മൾ കോപ്പി ചെയ്യുന്നു, ടൈറ്റിൽ ടാഗിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ആസ്റ്റർ ഹോസ്പിറ്റൽ ഇന്ത്യയാണ്. ഇവർ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അവരുടെ ടൈറ്റിൽ ടാഗും നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്തു. അവരുടെ ടൈറ്റിൽ ടാഗ് നമ്മൾ എന്താണെന്നുള്ളത് കോപ്പി ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്ത വെബ്സൈറ്റ് ഇതാണ്, അല്ലെങ്കിൽ രണ്ടാമത് നമ്മുടെ ചൂസ് ചെയ്ത നമ്മുടെ കോമ്പറ്റീറ്റർ ഇതാണ്. നമുക്ക് അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവർ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 160 characters ആണ് നോർമലി എന്താ പറയുക ഐഡിയൽ ആയിട്ടൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ അതൊരു അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും വരാറില്ല. നമുക്കത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ അവർ യൂസ് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെത് നോക്കുന്നു. നമുക്ക് 2 ടാബിലാക്കി ഇവരെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായി. ഓക്കെ, ഇനി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവർ ഈ ഒരു 160 charactersനുള്ളിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് മെറ്റാ കീവേഡ്സാണ്. ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പറഞ്ഞു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അത് നോക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് നമുക്കത് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഇനി നമുക്ക് മെറ്റാ കീവേഡ്സ് എന്താണെന്ന് നോക്കണം. അതായത് നമുക്ക് എന്തൊക്കെ കീവേഡ്സ് അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതായത് മെറ്റാ കീവേഡ്സ് ആയിട്ട് എന്തൊക്കെ കീവേഡ്സ് ഹെഡറിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സിൽ പോവുക. വ്യൂ പേജ് സോഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കൺട്രോൾ F അടിച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് മെറ്റാ കീവേഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അത് ചിലരേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മെറ്റാ കീവേഡ്സ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ടാഗ് കൊടുത്തിട്ട് നമുക്ക് ഇത്തരത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം
പൊതുവെ വേർഡ് പ്രസ് സൈറ്റുകളിലൊന്നും ഇത്തരത്തിൽ കാണാറില്ല. എന്നാൽ പോലും കോഡ് ചെയ്ത് ചെയ്യുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ HTML സൈറ്റുകളിലൊക്കെ ഇത്തരത്തിലൊരു ടാഗ് കൊടുത്തിട്ട് കീവേഡ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, എന്താണ് അവർ ഹെഡറിൽ കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും മറ്റേ കീവേഡ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ വേർഡ് പ്രസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക, നമ്മുടെ റാങ്ക് മത്ത് അല്ലെങ്കിൽ യോസ്റ്റൊക്കെ പോലത്തെ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, ഫോക്കസ് കീവേഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മെറ്റാ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും ചില വെബ്സൈറ്റുകളിൽ. അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഇത്തരത്തിൽ. ഓക്കെ, അപ്പം ആ ഒരു പോയിൻ്റ് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ഹെഡിങ്സ്, അതായത് H1 ടാഗ് അല്ലെങ്കിൽ H2 ടാഗ്, ഹെഡിങ് ടാഗ്സ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈറ്റിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ടൂൾ വെച്ച് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഹെഡിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവർ H1 ടാഗായിട്ട് എന്താണ് കൊടുത്തത് അല്ലെങ്കിൽ H2 ടാഗായിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നോക്കുക, അത് നമ്മുടെ ആ ഒരു ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കുന്ന സമയത്ത് H1 ടാഗായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി അല്ലെങ്കിൽ ഡെൻ്റൽ ഹോസ്പിറ്റൽ ഇൻ കൊച്ചി എന്നുള്ളത് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ രണ്ടാമത്തെ സൈറ്റിൽ വരുന്ന സമയത്ത് ഇവിടെയും ഹെഡിങ് ടാഗ്സ് ചെന്ന് കഴിഞ്ഞാൽ H1 ആയിട്ട് ഇവർ ഡെൻറ്റിസ്ട്രി എന്നുള്ള ഒരു ടേമാണ് അവരുടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്താൽ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കി കാണാം ഇവർ രണ്ടാമത്തെ പൊസിഷനാണ്, അതായത് മൂന്നാമത്തെ പൊസിഷനാണ് നിൽക്കുന്നത്. പാർട്ട് ടൈം കഴിഞ്ഞ് മൂന്നാമത്തെ പൊസിഷനാണ് ഈ ഒരു ആസ്റ്റർ മെഡിസിറ്റി നിൽക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് H1 ടാഗും എല്ലാം ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് നമ്മുടെ ഈ ഒരു എലൈറ്റ് ഡെൻ്റൽ സ്റ്റുഡിയോനെ ബീറ്റ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വെബ്സൈറ്റ്. അതുമാത്രമല്ല H1 ടാഗിൽ തന്നെ ഈ ഒരു എറർ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ എറേഴ്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെയുള്ള ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ആൾട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇമേജ് ഒപ്റ്റിമൈസേഷൻ മീൻസ് നമുക്ക് ഇമേജ് കംപ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇമേജിന് നമുക്ക് ആൾട്ട് ടാഗ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ആൾട്ട് ടാഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ട് ടാഗിൻ്റെ ഒരു HTML സൈറ്റിലൊക്കെയാണ് നമുക്കൊരു ടാഗ് വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പോൾ വേർഡ്പ്രസ് സൈറ്റിലേക്കാണെങ്കിൽ നമുക്ക് ആൾട്ട് ടാഗിന് തന്നെ ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഉണ്ടാവും. അവിടെ നമുക്ക് എന്താണോ നമ്മുടെ കീവേഡ് വേണ്ടത് നമുക്കവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതി ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് അവർ ആൾട്ട് ടാഗ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആൾട്ട് ടാഗായിട്ട് ഇവർ ഓരോ എന്താ പറയുക എന്താണോ ഇമേജ് ആ ഇമേജിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു വേർഡിങ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കീവേഡ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്യാം, നമ്മുടെ ആ ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾട്ട് ആട്രിബ്യൂട്ട്സ് എത്തി. ഇനി നമുക്ക് എത്തേണ്ടത് കീവേഡ് കൺസിസ്റ്റൻസിയാണ്. അതായത് എത്രത്തോളം കീവേഡ്സ് നമ്മുടെ പ്രൈമറി കീവേഡ് എത്രത്തോളം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ നമുക്ക് ഇത് നോക്കാനായിട്ട് പറ്റും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈറ്റിൽ വരുന്നു, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ F അടിക്കുന്നു. കൺട്രോൾ F അടിച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ചെയ്ത് നമ്മൾ എത്രത്തോളം കീവേഡ്സ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ കീവേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഹോം പേജിൽ തന്നെ 4 തവണ ഈ ഒരു കീവേഡ് യൂസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എത്രത്തോളം പ്രാവശ്യം ഈ ഒരു കീവേഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ ബെസ്റ്റ് ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി മാറ്റി നമ്മൾ ഡെൻ്റൽ ക്ലിനിക് ഇൻ കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ അത് അവർ 6 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൗണ്ട് നമ്മൾ നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ കീവേഡ് കൺസിസ്റ്റൻസിൻ്റെ ഈ ഒരു കോളത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ലിങ്ക് അനാലിസിസ് ആണ്. ലിങ്ക് അനാലിസിസ് മീൻസ് നമുക്ക് ഇൻറ്റേർണൽ ലിങ്ക്സ് വരും, അതേപോലെ ബാക്ക്ലിങ്സിൻ്റെ ഒരു കൗണ്ടും വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രീ ടൂൾസ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ബാക്ക്ലിങ്ക് അല്ലെങ്കിൽ
ഫ്രീ ലിങ്ക് ഒക്കെ നമുക്ക് നോക്കാം. ഫ്രീ ബാക്ക്ലിങ്ക് ചെക്കറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു ടൂൾ നോക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബാക്ക്ലിങ്കോ എന്ന് പറഞ്ഞ ഈ ഒരു ടൂള് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്താ പറയുക, അതോറിറ്റി സ്കോറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ലിങ്സ് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കുന്നത് വഴി രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് നമ്മുടെ ലിങ്ക് അനാലിസിസ് സെക്ഷനിൽ നമുക്ക് ബാക്ക്ലിങ്സിൻ്റെ ഒരു കൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് താഴേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡൊമൈൻ അല്ലെങ്കിൽ പേജ് അതോറിറ്റി എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി ഒരു മെയിൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഒറ്റ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ബാക്ക്ലിങ്കോ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ വന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ പറയുന്ന ഡൊമൈൻ അതോറിറ്റിയും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ബാക്ക്ലിങ്സിൻ്റെ ഒരു കൗണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടോട്ടൽ റെഫറിങ് ഡൊമൈൻസ് 146, അതായത് ഡു ഫോളോ ലിങ്ക്സ് എന്ന് പറയുന്നത് 146. അപ്പോൾ ഇത് നമുക്ക് പറ്റിയാൽ നമുക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്ക്ലിങ്സിൻ്റെ കൗണ്ട് നമ്മൾ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഏകദേശം 3000ഓളം ബാക്ക്ലിങ്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈറ്റിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ടോപ്പായിട്ട് നമ്മുടെ മെയിൻ കോമ്പറ്റീറ്ററുടെ സൈറ്റിലേക്ക് വരുന്നുണ്ട്. അതുപോലെ അതോറിറ്റി സ്കോർ ഈ ഒരു ലെവലിലുണ്ടെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് URL സ്ട്രക്ചറാണ്. URL സ്ട്രക്ചർ മീൻസ് എന്താണ് നമ്മുടെ കോമ്പറ്റീറ്ററുടെ URL വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് മെയിൻ ഡൊമൈൻ കഴിഞ്ഞ് എന്താണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ നിലവിൽ കൊച്ചി എന്നുള്ള ഒരു URL ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു ഫുള്ളായിട്ടുള്ള URL നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ കോമ്പറ്റീറ്റർ നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഹോസ്പിറ്റൽസ്/ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി, സ്പെഷ്യാലിറ്റീസ് ഡെന്റിസിറ്റി, അതായത് ഇത്രത്തോളം കീവേഡ്സ് ഈ ഒരു URL തന്നെ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള SEOയിൽ അല്ലെങ്കിൽ നമുക്ക് റാങ്കിങ്ങിലേക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ URL ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു URL നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു കാറ്റഗറീസ് നമുക്ക് വരത്തില്ലെങ്കിൽ പോലും നമുക്ക് സിമ്പിൾ വെബ്സൈറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സർവീസസിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരു പാരൻറ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് അതിലൊരു ചൈൽഡ് കാറ്റഗറി ആയിട്ട് നമ്മുടെ പേജസ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അവിടെ നമ്മുടെ കീവേഡ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. URL ഒപ്റ്റിമൈസേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഷീറ്റിലേക്ക് അത് എടുത്തു വെക്കുക. അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ്ഡ് പേജസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്ററുടെ സൈറ്റിൽ ഏതൊക്കെ പേജസ് അല്ലെങ്കിൽ എത്ര പേജസ് ഗൂഗിൾ നിലവിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ ഈ ഒരു URL നമ്മൾ കോപ്പി ചെയ്യുക. site: നമ്മുടെ URL അല്ലെങ്കിൽ കോമ്പറ്റീറ്ററുടെ URL കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം പേജുകൾ നിലവിൽ അവരുടെ ഇൻഡെക്സ്ഡ് ആയിട്ട് നിൽപ്പുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രോങ് ആണ് അവരുടെ ഒരു വെബ്സൈറ്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ എത്രത്തോളം പേജസ് അവർ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ബ്ലോഗുകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നോക്കുന്നത് വഴി നമുക്ക് ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ പറ്റും. അതായത് നമ്മൾ എത്രത്തോളം ബ്ലോഗ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം പേജസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പോയിൻ്റ് ഇതാണ്. ഇത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് നമ്മൾ നമ്മുടെ ആ ഒരു ഷീറ്റിലേക്ക് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻറ് ഡെപ്ത് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ്. അത് മീൻസ് നമുക്ക് ക്വാളിറ്റി ഒരിക്കലും നമുക്കതൊരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ പറ്റത്തില്ല. എന്നാൽ പോലും കണ്ടൻറ് ഡെപ്ത് അല്ലെങ്കിൽ ഒരു വേർഡ് കൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് വേർഡ് കൗണ്ട് ചെക്കർ അല്ലെങ്കിൽ വേർഡ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കോമ്പറ്റീറ്ററുടെ പേജ് നമുക്ക് കൊടുത്തു നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഏകദേശം 1862 വേർഡ്സ് നിലവിൽ നമ്മുടെ പ്രൈമറി കോമ്പറ്റീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം അത്രയെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വേർഡ്സ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അത്തരത്തിൽ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ടോപ്പിലേക്ക് എത്താനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. നമ്മൾ ഇത്തരത്തിൽ അവരെക്കാൾ കൂടുതൽ ഒരു എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള പ്ലാഗറിസം ഇല്ലാത്ത കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവർ മെയിനായിട്ടും യൂസ് ചെയ്തേക്കുന്ന കീവേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൂടെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പം കുറേ കൂടെ നല്ല രീതിയിലുള്ളൊരു ഒപ്റ്റിമൈസേഷനിലേക്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക, എത്രത്തോളം വേർഡ് കൗണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് നമ്മുടെ ഷീറ്റിലേക്ക് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡൊമൈൻ അതോറിറ്റി അല്ലെങ്കിൽ പേജ് അതോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ബാക്ക്ലിങ്ക് എന്നുള്ള സൈറ്റ് നമ്മൾ നോക്കിയ സമയത്ത് നമ്മളത് നോട്ട് ചെയ്തു. ഇനി വരുന്നത് പേജ് സ്പീഡ് അല്ലെങ്കിൽ കോർ വെബ് വൈറ്റൽസ് ആണ്. നമുക്കതൊന്നെങ്കിൽ ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സിൽ പോയി നോക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമുക്ക് നോക്കാം. ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് ആണ് നോർമലി എന്താ പറയുക ബെസ്റ്റായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് എടുക്കാനായിട്ട് ബെറ്റർ. അതല്ലാതെ വേറെ പേജ് സ്പീഡ് നോക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അണ്ടർ 3 സെക്കൻഡിനുള്ളിലായിരിക്കണം എന്താ പറയുക ഒരു ഐഡിയൽ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം എന്നാണ് പൊതുവേ ഉള്ളൊരു പറയും വെബ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ സൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക, നമ്മുടെ വെബ്സൈറ്റും അതിനനുസരിച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മൊബൈൽ ഫ്രണ്ട്ലിനെസ് ആണ്. പ്രോപ്പറായിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററുടെ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആണോ, നമ്മുടെ വെബ്സൈറ്റും അത് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റർ അനാലിസിസിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഗൂഗിൾ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് എന്താ പറയുക ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് സമയം മെനക്കെടുത്താൻ താല്പര്യമില്ലാത്തവർ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീറ്റർ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം നമ്മൾ പണിയെടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ ആണ് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പേജിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ഈ ഒരു കാര്യം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലയൻറ്റിനോട് നമുക്ക് അപ്രോക്സിമേറ്റ് ടൈം നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. സർ ഇത്ര സമയത്തിനുള്ളിൽ മാത്രമേ നമുക്കത് റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് നമുക്കത് റാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏകദേശം. അതേപോലെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈസി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാനത് പറ്റുന്നതാണെങ്കിൽ എനിക്കറിയുന്നതാണെങ്കിൽ ഞാനത് റിപ്ലൈ ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്ത് SEO ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ ചെയ്യുന്നത്